ഹലോ, എല്ലാവർക്കും ബ്യൂട്ടി ഓഫ് അനാമിയിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു മാല തയ്യാറാക്കാം. അതിനായി ഞാനിവിടെ 4 ബീഡ്സ് ഇവിടെ ഇതേമാതിരി കെട്ടിയെടുക്കുന്നുണ്ട്. സൂചിയിലാണ് ഞാൻ നൂല് കോർത്ത് ഇതേമാതിരി 4 മുത്തുകൾ കോർത്തെടുത്തു. അതിൽ 4 മുത്തുകൾ കെട്ടി ഉറപ്പിച്ചതിന് ശേഷം അതിലൊരു വശത്തുകൂടി 4 എണ്ണമാണ് ആദ്യം കോർത്തതെങ്കിൽ പിന്നീട് നമുക്ക് കോർക്കേണ്ടത് 3 എണ്ണമാണ്. 3 മുത്തുകൾ നമുക്ക് ഒരു സൈഡിൽ ഇതേമാതിരി നമുക്ക് കോർത്തെടുക്കാം. ഓപ്പോസിറ്റ് സൈഡിൽ കൂടി 3 മുത്തുകൾ കോർത്തതിന് ശേഷം ഏത് മുത്തിൻ്റെയാണോ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടിയാണ് നമ്മൾ കോർത്തെടുക്കേണ്ടത്. ഒരേ നിരയിൽ വരാൻ അതേ നിരയിലൂടെ തന്നെ നമുക്ക് വട്ടം ചുറ്റി വേണം നമുക്ക് മുത്ത് കോർത്തെടുക്കേണ്ടത്. പിന്നെയും ഒരു 3 മുത്ത് കൂടി അതിൻ്റെ അറ്റത്തിലായി നമ്മൾ കോർത്തെടുക്കണം. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ കിട്ടും. അതിൻ്റെ സൈഡിലൂടെ ഞാൻ പിന്നെയും ഒരു 3 മുത്തുകൾ കൂടി കടത്തി വിടുന്നുണ്ട്. അതിൻ്റെ സൈഡിൽ കൂടിയാണ് വേണ്ടത്. ഞാൻ അതിനായി 3 ഗോൾഡൻ മുത്തുകളാണ് എടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയില്ല. തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ 3 മുത്തുകൾ എടുക്കുന്നത്. ആ എടുത്ത വൈറ്റ് ബീഡിനെ ചുറ്റുമായിട്ട് നമ്മളത് കെട്ടി എടുക്കണം. ശേഷം ആ ഗോൾഡൻ മുത്തിലൂടെ തിരിച്ച് വന്ന് പിന്നെ നമുക്കിനി 3 മുത്തുകളല്ല വേണ്ടത്. ഇനി വേണ്ടത് 2 മുത്തുകളാണ്. ആ 2 മുത്തുകൾ സൂചിയിൽ കോർത്തതിന് ശേഷം വൈറ്റ് മുത്തിൽ കൂടി പിന്നെയും ഗോൾഡൻ മുത്തിൽ കടത്തി നമ്മൾ ഇതേമാതിരി എടുക്കണം, ഉറപ്പിക്കണം. പിന്നെ തിരിച്ച് വന്ന് അതിൻ്റെ സൈഡിലൂടെ ഇതേമാതിരി സൂചി കോർത്ത് പിന്നെയും ഒരു 2 മുത്തുകൾ നമുക്ക് സൂചിയിൽ ഇതേമാതിരി കോർത്തെടുക്കണം. ഓപ്പോസിറ്റ് സൈഡിൽ കൂടി നമ്മൾ തുന്നിയെടുക്കുക. ഗോൾഡൻ ബീഡായിട്ട് അറ്റാച്ച് ചെയ്ത് വേണം ചെയ്യാനായിട്ട്. ഒരു മുത്തിനെ ഒരു വൈറ്റ് മുത്തിന് ഗോൾഡൻ ബീഡും ഒരു വൈറ്റ് മുത്തിന് ഗോൾഡനും വൈറ്റും പരസ്പരം പങ്കുവെക്കുന്നുണ്ട്. ഇനി അടുത്തത് 3 വൈറ്റ് മുത്തുകൾ ഞാനിവിടെ എടുക്കുന്നു. ഇതേമാതിരി ഓപ്പോസിറ്റ് സൈഡിൽ കൂടി തുന്നിയെടുക്കുന്നു. ചുറ്റിയെടുത്തതിന് ശേഷം മുകളിൽ വന്ന സൂചിയിൽ പിന്നെ നമ്മൾ ചേർക്കേണ്ടത് 2 മുത്തുകൾ. ഓർക്കണം, 3 അല്ല 2 മുത്തുകൾ കോർത്തെടുക്കണം. അത് ഗോൾഡൻ മുത്തിലൂടെ കടത്തി പിന്നെയും തുന്നിയ വൈറ്റ് മുത്തിലൂടെ കടത്തി മുകളിലേക്ക് എടുത്ത് അവിടെ നിന്ന് സൈഡിലേക്ക് കൊണ്ടുവരണം. പിന്നെ ആ വൈറ്റ് മുത്തിലൂടെ കടത്തി അതിന് ശേഷം താഴെയുള്ള ഗോൾഡൻ മുത്തിലൂടെ കടത്തി പുറത്തേക്കെടുത്ത് പിന്നെയും ഒരു 2 വൈറ്റ് മുത്തുകൾ എടുത്ത് അതും സൂചിയിലൂടെ കോർത്ത് ഇതേമാതിരി അറ്റം വരെ തുന്നിയെടുക്കണം. ഇതേമാതിരി കുറേ തവണ ചെയ്യുമ്പോൾ നമുക്ക് ഇതേ ഒരു രൂപത്തിൽ കിട്ടും. ആദ്യം കോർക്കുമ്പോൾ 3 എണ്ണം കോർക്കുക, പിന്നെ കോർക്കുമ്പോൾ 2 എണ്ണം. അങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ ഒരു ലുക്ക് കിട്ടും. തീർന്നിട്ടില്ല കേട്ടോ, ഇനിയുമുണ്ട് പ്രധാനപ്പെട്ടൊരു കാര്യം. ഇപ്പം നമുക്ക് ശരിക്കും വടി മാതിരിയാണ് മാല കിട്ടുന്നത്. എഡ്ജ് കൂടെ നമ്മൾ ഇതേമാതിരി കോർത്തെടുക്കുകയാണ്. അപ്പോൾ നമുക്കൊരു ഫിനിഷിംഗ് ഇല്ല. അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യണം? ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട്
ഞാനിവിടെ ഇതിപ്പോൾ അത് വലിച്ചൊന്ന് മുറുക്കി ഒന്നുകൂടെ ചുറ്റി എടുക്കുകയാണെങ്കിൽ അത് അങ്ങോട്ട് നല്ല ഉറച്ചിരിക്കും കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇത് നല്ലോണം ഉറപ്പിക്കാൻ വേണ്ടി ഒന്നുകൂടെ ചുറ്റി എടുക്കുന്നുണ്ട്. ലാസ്റ്റത്തെ ലൈൻ ഞാൻ ഒന്നുകൂടെ ചുറ്റി ഉറപ്പിച്ചെടുക്കുന്നുണ്ട്. ഞാനിവിടെ സാധാരണ നൂലാണ് ഇവിടെ കാണിക്കാൻ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് കട്ടിയുള്ളതോ നമ്മുടെ മുത്തിൻ്റെ ഹോൾ അനുസരിച്ച് നമുക്ക് വ്യത്യസ്ത രീതിയിൽ നൂല് എടുക്കാം. ഏറിയെടുത്താൽ ഏറ്റവും നല്ലതായിരിക്കും ടങ്കീസ്. കെട്ടി ഉറപ്പിച്ച് ഞാനതൊരു സൈഡിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ആ സൈഡിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം പിന്നെ ഇനി ശ്രദ്ധിക്കണം, ഞാൻ ഇത്രയും നേരം 4 mm ബീഡാണ് എടുത്തത്. എങ്കിൽ ഇനി എടുക്കാൻ പോകുന്നത് 1 mm ബീഡാണ്. അത് ഒരെണ്ണം ഞാനിതിൽ സൂചിയിൽ കോർത്തെടുത്ത് ആ വൈറ്റ് ബീഡിൻ്റെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗമുണ്ടല്ലോ അത് ഉള്ളിലേക്ക് കടത്തിയെടുക്കണം. പിന്നെയും ഒരു വൈറ്റ് മുത്ത് ഗോൾഡൻ മുത്ത് കടത്തിയെടുത്തിട്ട് അടുത്ത വൈറ്റ് മുത്തിൽ കൂടി കടത്തിയെടുക്കണം. പിന്നെയും കടത്തിയെടുക്കണം. ഇതേമാതിരി ഇടയിലുള്ള ഭാഗങ്ങളില്ലേ നമ്മൾ ഗോൾഡൻ മുത്ത് ഇതേമാതിരി കടത്തിയെടുക്കണം. ഇപ്പം നമുക്ക് ആ മാലയുടെ ഒരു സൈഡിൻ്റെ എഡ്ജായി. ഇതേമാതിരി വലിച്ച് പിടിക്കണം. ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ചതുരമായിട്ടാണ്, അതായത് ആ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണല്ലോ കിട്ടിയേക്കുന്നത്. ഇനി നമുക്ക് അതൊന്ന് വലിച്ചെടുക്കണം. അതൊരു റാ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ഈ മുത്ത് ചേർക്കുന്നത്. എഡ്ജിൽ പിന്നെയും ഗോൾഡൻ മുത്ത് ചേർത്ത് ഇതേമാതിരി നമുക്ക് എൻഡ് വരെ ഇടയിലൂടെ നമുക്ക് ഓരോ ഗോൾഡൻ മുത്ത്, ഞാനിവിടെ ഗോൾഡൻ മുത്താണ് എടുക്കണമെന്ന് വെച്ചാൽ നിങ്ങളങ്ങനെയല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മുത്തുകൾ മാറ്റിയെടുക്കാം കേട്ടോ. സ്പേസ് കൂടുതലുണ്ടാവും, അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കണ്ടത് ഇടയിലുള്ള ഭാഗങ്ങൾ ഞാൻ അറ്റത്ത് മാത്രമായിട്ട് ഗോൾഡൻ മുത്ത് ഇതേമാതിരി കോർത്തെടുത്തു. അതിൻ്റെ ആ ഓരോ മൂലയ്ക്കിലും ഞാൻ ജംപ് റിങ് അറ്റാച്ചും ചെയ്തു.